ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണല്ലോ. ഈ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും രഞ്ജൂസ് മീഡിയാറ്റിക്കിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജി ജനിച്ചത് എന്ന്? 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ മാതാപിതാക്കളുടെ പേര്? പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, മാതാവിൻ്റെ പേര് പുത്ലിഭായ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്? കസ്തൂർബ എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്, ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണെന്നാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ്. തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ എന്നാണ് പത്രത്തിൻ്റെ പേര്. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹമാണ് ആദ്യമായി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്? ദണ്ഡി യാത്ര. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത്? ഭഗവത്ഗീതയാണ് ആ ഗ്രന്ഥം. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? അദ്ദേഹം 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? കെ രാമകൃഷ്ണ പിള്ളയാണ്. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത? എൻ്റെ ഗുരുനാഥൻ. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നവ്ഗാലി. ഗാന്ധിജി മരിച്ചതെന്ന്? 1948 ജനുവരി 30. ഗാന്ധിജി എങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത്.
ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം 1920. ഗാന്ധിജിയുടെ രചനകളുടെ പകർപ്പവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റിനാണ്. ഒരു വ്യക്തിയുടെ പേരിൽ കേരളത്തിൽ തുടങ്ങിയ ആദ്യ സർവകലാശാല? മഹാത്മാഗാന്ധി സർവകലാശാല. ഗാന്ധിജി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ദർശനം ഏത്? അടിസ്ഥാന വിദ്യാഭ്യാസം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ? മഹാത്മാഗാന്ധി. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ദേശീയ നേതാവ്? ഗാന്ധിജി. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു. അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ വികാരത്തോടെ സംസാരിച്ച ദേശീയ നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെയാണ് പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തതാര്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവ ദേശായി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം? 1925. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആര്? അരവിന്ദ ഘോഷ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളി? GP പിള്ള. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജ്ഞാനവും വിനോദവും പകരുന്ന ധാരാളം വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.